എന്റെ മോള് കാരണം അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, അച്ഛന് പോലും. ഇല്ലമ്മ, ഞാൻ നോയിക്കോളാം. പിന്നെ മോളെ, നമുക്ക് അമ്മ ഇത് ആരെയും ഉപദേശിക്കുന്നേ? ഇനിയാണോ മക്കളെ ഉപദേശിക്കാൻ പോകുന്നേ? കൂടെ ഇരുത്തി മുഖത്ത് നോക്കി ഇവിടെ എല്ലാരും കൂടി പറഞ്ഞൊരു കാര്യം മോള് കേട്ടില്ലല്ലോ. അങ്ങനെയുള്ള മക്കളെ വേണ്ടാന്ന് വെക്കുന്നതാ നല്ലത്. പുകഞ്ഞ ഉള്ളി പുറത്തുനിന്ന് കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളു ഇനി. അനൂപേ, നീ എന്തൊക്കെയായി പറയുന്നേ? നിനക്ക് ആതിരയോടും അർച്ചനയോടും ദേഷ്യമുണ്ടെന്ന് കരുതി കമലയ്ക്കും അങ്ങനെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട്. എനിക്ക് ദേഷ്യമുള്ളത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അച്ഛനെ ഇനി പറഞ്ഞു തരണോ? എന്നേക്കാൾ കൂടുതൽ നെല്ലിശ്ശേരി വീട്ടിൽ അപമാനിതനായത് അച്ഛനാ. അവന്തിക പറഞ്ഞതൊക്കെ മറന്നില്ലല്ലോ. അവന്തിക പറയുന്നതൊക്കെ ആര് മുഖവിലേക്കെടുക്കുന്നു? അവിടുത്തെ ആണുങ്ങളെ ഒന്നും പറയാൻ സമ്മതിക്കാതെ കുത്തിത്തിരിപ്പ് മാത്രം പറയുന്ന അവരെ മൈൻഡ് ചെയ്യരുതെന്നേ ഞാൻ പറയും. അവരുടെ അനിയത്തിക്ക് സന്ദീപിനെ കിട്ടിയില്ല, അർച്ചനയുടെ അനിയത്തിക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ ദേഷ്യം വരാന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യല്ലേ? അതെ, ഇതിനെല്ലാം ഉത്തരവാദികൾ നമ്മുടെ മക്കളും. നമ്മളോട് ദേഷ്യം തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതൊന്നും നമ്മളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലെന്ന് സേതുവിനും അവന്തികയ്ക്കും ഒക്കെ അറിയാം. ഇപ്പോഴത്തെ ദേഷ്യം മാറുമ്പോ എല്ലാം മാറും. അങ്ങനെ ശുഭപ്രതീക്ഷയായിട്ടിരിക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ എല്ലാം ശരിയാവണ്ട. നമ്മളാണിതൊക്കെ ചെയ്തതെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചോട്ടെ. അവരുമായിട്ട് ഒരു ലോഹിത്തിനും നമുക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ വെട്ടിമുറിച്ച് കളയാൻ പറ്റുന്ന ഒരു ബന്ധമാണോ അനൂപേത്? എന്റെ 2 പെൺമക്കൾ താമസിക്കുന്ന വീടാ അത്. നിന്നെ പോലെ മറന്നു കളയാൻ എനിക്ക് പറ്റില്ലല്ലോ. വെട്ടിമുറിച്ച് കളയേണ്ടതാണെങ്കിൽ അത് ചെയ്യണോ അമ്മേ? നമ്മുടെ വാക്കും പരിധിയും കേൾക്കാതെ പെട്ടിയെടുത്ത് പോയതുള്ള ആതിര. കുറച്ചെങ്കിലും നമ്മൾ പറയുന്നത് മാനിച്ചിരുന്നെങ്കിൽ അവക്ക് ഈ ഗതി വരുമായിരുന്നോ? സ്വന്തം അച്ഛനും അമ്മയും ഏട്ടനെയൊക്കെ കളഞ്ഞിട്ടാ അവള് പോയത്. ആ അവൾക്കില്ലാത്ത ഒരു വിഷമവും ഇവിടെ ആർക്കും വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിലൊരു അർത്ഥവുമില്ല. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിങ്ങനെ വിഷമിച്ചാ മതി. പുറത്തു പോകുന്നതും നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതും ഞാനാ. അമ്മയ്ക്കും അച്ഛനും അറിയില്ല. ചിലരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പുറം പൊളിഞ്ഞു പോകുന്ന പോലെയാ. അത്രയും നാണക്കേട് ഉണ്ടാക്കി തന്നത് എന്റെ അനിയത്തി എന്ന് പറയുന്നവന്മാരല്ലേ? എന്ത് കാരണം കൊണ്ടും എനിക്ക് അവരെ ഇനി പഴയതുപോലെ കാണാൻ കഴിയില്ല. ഇവിടെ നിന്നാരും ആ ബന്ധവും പറഞ്ഞ് അങ്ങോട്ടും പോണ്ട, അവിടെ നിന്നാരും ഇങ്ങോട്ടും വരണ്ട. ഈ വീടും നെല്ലിശ്ശേരി വീടും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ തീർന്നു. അതുപോലെ തന്നെ രക്തബന്ധങ്ങളും. ഹലോ, താൻ എവിടെയാ? ഞാനിവിടെ മുറിയില്ല. നീയോ? ഞാൻ വേറൊരു സ്ഥലത്താ. അല്ല,
എന്താ ശബ്ദത്തിനൊക്കെ ഒരു വ്യത്യാസം? ഏയ് ഒന്നുമില്ല. ഞാൻ അമ്മയെ വിളിച്ചിരുന്നു ഫോണില്. അനുവേട്ടൻ ദേഷ്യം വന്നിട്ടപ്പോ ഫോൺ വാങ്ങി കട്ട് ചെയ്ത് കളഞ്ഞു. താൻ എന്തിനപ്പോ വിളിക്കാൻ പോയത്? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഓരോന്നായിട്ട് ആലോചിച്ച് കൂട്ടുക. പിന്നെ പേടിയും ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നത് സന്ദീപിന്റെ കൂടെ കഴിയാനല്ലേ. എന്നിട്ടിപ്പോ സന്ദീപിനെ ഒന്ന് കാണാൻ പോലും കഴിയുന്നില്ല. എങ്കിൽ നമുക്കിപ്പോ ഒന്ന് കണ്ടാലോ? അതിന് സന്ദീപ് എവിടെയാ? ഞാനിവിടെ തന്നെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ. ഏ താനൊരു കാര്യം ചെയ്, താഴേക്ക് ഇറങ്ങി വന്ന് അടുക്കള വഴി പുറത്തേക്ക് വാ. ഞാനവിടെ ഊഞ്ഞാലിന്റെ അടുത്ത് നിൽക്കാം. ശരി. അങ്ങോട്ടിരിക്കാം. ഞാനും നമ്മുടെ സ്നേഹവും കാരണം നിനക്ക് സ്വന്തം വീടിന്റെ മതിൽ തന്നെ ചാടേണ്ടി വന്നു അല്ലേ? ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നടത്താൻ നമ്മൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അതെ, ഞാനിവിടെ കുറച്ചു നേരം നിൽക്കൂ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് തിരിച്ചു പോവുകയും വേണം. ആ ഉള്ള സമയത്ത് തന്നോടൊപ്പം സന്തോഷമായിട്ടിരിക്കണം. അതിനിടയ്ക്ക് വിഷമമൊന്നും പറയണ്ട. തന്നോട് അച്ഛനോ അവന്തികേട്ടത്തെയോ സംസാരിക്കാൻ പറ്റോ ചെയ്തോ? ഇല്ല, ഞാൻ എപ്പോഴും ആ മുറി തന്നെയാ. നീ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. നീ എന്നാ തിരിച്ചു വരുന്നേ? വരാം. ഇവിടെ എല്ലാവരെയും ദേഷ്യമൊക്കെ ഒന്ന് മാറട്ടെ. കുറച്ച് ദിവസം കൂടെ നോക്കാം. എന്നിട്ടും ഇവിടുത്തെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. അതുവരെ കാണുന്നു തോന്നുമ്പോഴൊക്കെ ദാ ഞാൻ ഇതുപോലെ മതിൽ ചാടി വന്നോളാം. അല്ലെങ്കിലും തന്നെ കാണാൻ വരുമ്പോ മതിൽ ചാടി വരുന്നതൊരു പ്രത്യേക സുഖം. ശരിക്കും നമ്മുടെ ജീവിതത്തിനും സന്തോഷത്തിനൊന്നും ഒന്നും പറ്റിയിട്ടില്ലടോ. താനിങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നുണ്ടാ ഈ വിഷമം. എപ്പോ വേണേലും വിളിക്കാലോ. കാണണം തോന്നുമ്പോ ഇതുപോലെ കാണാം, അടുത്തിരിക്കാം, സംസാരിക്കാം. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാ ഞാൻ വീട്ടിലേക്ക് വരും. അത് കഴിഞ്ഞാ മരണം വരെ നമ്മൾ ഒന്നിച്ചല്ലേ. അതിനു മുമ്പുള്ള ചെറിയൊരു വേർപിരിലാണ് ഇതെന്ന് കരുതിയാ മതി. അതെ, പഴയ പോലെ അല്ല. ഇപ്പൊ താ മാത്രമല്ല, ദാ ഇതിനകത്തെ എൻ്റെ ഒരു സ്വത്തും കൂടിയുണ്ട്. അതറിഞ്ഞു വേണം ജീവിക്കാൻ, കേട്ടോ?
ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞാൻ തകരാതെ പിടിച്ചു നിൽക്കുന്ന കാരണം ദാ ഇതാണ്. എല്ലാ സൗകര്യത്തോടും നമ്മുടെ മുഴുവൻ സ്നേഹത്തോടും നമുക്ക് വളർത്തണം ഈ കുഞ്ഞിനെ. അത് ഇവിടെ പറ്റിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. എന്നിട്ട് കുറേ വർഷം ഇങ്ങനെ ജീവിക്കണം. എന്തു പറ്റി? അതിരെ എന്തു പറ്റിയടോ? അതിരെ എനിക്കറിയാം ആതിരയ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന്. എന്നെ കാണുമ്പോൾ മുഖം മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഞാൻ തന്നെയാ. അപ്പൊ ആതിര കരുതും ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറയാനാ വന്നതെന്ന്. എന്നാ അങ്ങനല്ല. അത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് തന്നെയാ. 2 തവണ വിവാഹം മുടങ്ങിപ്പോയ ഒരു പെൺകുട്ടിയുടെ ചേച്ചിയാ ഞാൻ. അർച്ചനെ പോലെ അനിയത്തെ അത്രയും സ്നേഹിക്കുന്ന ഒരു ചേച്ചി. പക്ഷേ അർച്ചനേക്കാളും കുറച്ച് വാശിയുണ്ടായിരുന്നു എനിക്ക് സന്ദീപിന്റെ കാര്യത്തിൽ. 2ാമതും വിവാഹം മുടങ്ങിയപ്പോ ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അനഘ. അങ്ങനെ ഒരു അവസ്ഥയിൽ ആതിരയാണ് ഉണ്ടായിരുന്നതെങ്കിൽ അർച്ചന എടുക്കുന്ന തീരുമാനമേ ഞാനും എടുത്തിട്ടുള്ളൂ. ആ ദേഷ്യത്തിലാണ് പിന്നെ നടന്നതൊക്കെ. ആതിര ഈ വീട്ടിലേക്ക് ഒരിക്കലും കയറ്റരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതേ നിർബന്ധം മാറ്റിവെച്ചാണ് അച്ഛനോട് നിന്നെ ഈ വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത്. ഇനി ആ പിണക്കത്തിനും വൈരാഗ്യത്തിനും വിദ്വേഷത്തിനും ഒന്നും ഒരർത്ഥവുമില്ല. കാരണം ആതിര ഇപ്പൊ ഈ വീട്ടിലെ ഒരു അംഗമായി മാറിയിരിക്കുന്നു. എന്നെയും അർച്ചനയും പോലെ ആതിരയും നെല്ലിശ്ശേരി തറവാട്ടിലെ ഒരു മരുമകളായിപ്പോ. എനിക്കറിയാം ആതിരയുടെ ഈ മുഖത്ത് ഇപ്പോഴും അവശേഷിക്കുന്ന വിഷമം എന്താന്ന്. സന്ദീപ് ഉടനെ ഇവിടേക്ക് വരും. അതിന് കുറച്ച് ദിവസത്തെ താമസമേ ഉള്ളൂ. അത് എനിക്കവനോടുള്ള പിണക്കം കൊണ്ടാ. ആതിര പേടിക്കണ്ട. അതങ്ങനെ ശത്രുക്കളോടുള്ള ദേഷ്യമൊന്നുമല്ല. ഒരമ്മയ്ക്ക് മകനോടുള്ള ചെറിയൊരു പിണക്കം മാത്രം.
ഒരു ആയുസില്ലാത്ത പിണക്കം. ഇതൊക്കെ അവന്തികേട്ടത്തി എന്നോട് പറയുന്നത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. സന്ദീപിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ മറക്കണം, എന്നിട്ട് അവനെ തിരികെ വിളിക്കണം. ഞാൻ മറ്റൊരു രീതിയിലല്ല പറഞ്ഞത്, ആത്മാർത്ഥമായിട്ട് തന്നെയാ പറഞ്ഞേ. അല്ല, സന്ദീപ് വിളിക്കോ എവിടെയാണെന്നോ മറ്റോ പറയോ ചെയ്തോ? ഇന്ന് ഞാൻ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഇന്നലെ വിളിച്ചപ്പോ ഏതോ ഫ്രണ്ടിന്റെ വീട്ടിലാണെന്നാ പറഞ്ഞേ. എവിടെയായാലും എന്റെ സന്ദീപിനെ ഇവിടേക്ക് കൊണ്ടുവരുമോ? ഉറപ്പായും കൊണ്ടുവരും. ഞാനും അർച്ചനയും ചില സൗന്ദര്യപ്പിണക്കങ്ങളും വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് കൂടുതലും ആതിരയുടെയും അനഘയുടെയും കാര്യത്തിലായിരുന്നു. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി ഞാൻ ദേ സ്വയം പിന്മാറുക. അർച്ചനയ്ക്ക് പെട്ടെന്നെല്ലാം മറക്കാൻ കഴിയണമെന്നില്ല. അത് സാരമില്ല. എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാ, നീ എപ്പോഴും സന്തോഷായിട്ടിരിക്കണം. എന്തൊക്കെ പറഞ്ഞാലും നീ സന്ദീപിന്റെ കുഞ്ഞിനെ ചുമക്കുന്നവളാ. എന്ന് വെച്ചാൽ നെല്ലിശ്ശേരി സേതുമാധവൻ എന്ന ആ വലിയ മനുഷ്യനെ ഒരു മുത്തച്ഛനാക്കാൻ പോകുന്നത് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞാ. എനിക്കോ അർച്ചനയ്ക്കൊന്നും ആ ഭാഗ്യം കിട്ടിയില്ല. അത് കിട്ടിയത് നിനക്കാ. ആ ഭാഗ്യം ഒരു കാരണവശാലും കൈമോശം വരാതെ നീ നോക്കണം. ഈശ്വരന്റെ അനുഗ്രഹം അത്രമേലുള്ളവർക്കേ ഈ ഭാഗ്യം കിട്ടൂ. അപ്പോ ആ അനുഗ്രഹത്തെ നമ്മളായിട്ട് ഇല്ലാതാക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, 2-3 ദിവസത്തിനകം തീരാൻ പോകുന്ന സങ്കടത്തെ ഓർത്ത് നീ ടെൻഷൻ ആവരുത്. നെല്ലിശ്ശേരി വീടിന്റെ അടുത്ത അവകാശിയാ നിന്റെ വയറ്റിൽ വളരുന്നത്. അപ്പോ നിന്നെയും സന്ദീപിനെ പോലെ ഉത്തരവാദിത്തം ഈ വീട്ടിലെ എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞതെന്താന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. ഞാൻ സൂക്ഷിച്ചോളാം ഏട്ടത്തി. നിനക്ക് എന്ത് സഹായം വേണേലും അർച്ചനെ പോലെ തന്നെ എന്നോടും പറയാം. ഒന്നിനും ഒരു മടിയും കാണിക്കണ്ട കേട്ടോ. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ധൈര്യമായിട്ടിരിക്കെ, സന്തോഷായിട്ടിരിക്കെ. ഇനി അങ്ങോട്ട് ആഘോഷങ്ങളാ നിന്റെ ഈ ജീവിതം മുഴുവൻ. അവന്തിയടുത്ത് എന്താ നിന്നോട് പറഞ്ഞിട്ട് പോയത്? ചേച്ചി ടെൻഷനാവൊന്നും വേണ്ട. എന്നോട് വളരെ സ്നേഹത്തിലാ സംസാരിച്ചേ. ഇനി പിണക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ സന്ദീപിനെ ഉടനെ തന്നെ കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞു. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കാരണമില്ലാതെ അവന്തിയടുത്ത് വന്ന് നിന്നോട് സംസാരിക്കാനും സന്ദീപിനെ തിരികെ കൊണ്ടുവരാമെന്ന് പറഞ്ഞതിനുമൊക്കെ മറ്റെന്തെങ്കിലും കാരണം കാണും. അല്ലാതെ വെറുതെ ആവില്ല ഈ വരവ്. ചിലപ്പോൾ അവർക്ക് തന്നെ തോന്നിക്കാണും ഇനിയും ദേഷ്യവും വാശിയും കാണിച്ചിട്ടും യാതൊരു കാര്യമില്ലെന്ന്. ആ രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അതെന്തായാലും പൂർണ്ണമായിട്ടും നീ വിശ്വസിക്കണ്ട. മുന്നിൽ നിന്ന് ചിരിച്ച് പുറകിൽ നിന്ന് ചതിക്കാൻ അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. ഇനിയും നിന്നോട് അവരടുപ്പം കാണിക്കാൻ വരുമ്പോൾ നീ കൂടുതലായിട്ട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട. അറിയാലോ നിനക്ക് അവരുടെ സ്വഭാവം കുറച്ചൊക്കെ.
സത്യത്തില് അനഘയ്ക്ക് സന്ദീപിന് കൊടുക്കാൻ പറ്റാത്തതിന്റെ നല്ല ദേഷ്യമുണ്ട് അവരുടെ ഉള്ളില്. അതങ്ങനെ നിസ്സാരമായിട്ട് പോകുന്ന ഒന്നല്ല. പക്ഷെ ചേച്ചി എന്നോടിപ്പോ വളരെ മാന്യമായിട്ടാ സംസാരിച്ചേ. പിന്നെ കുഞ്ഞിനെ നല്ലപോലെ നോക്കണമെന്നും പറഞ്ഞു. ഞാൻ ഭാഗ്യമുള്ളവളാണെന്നും ചേച്ചിക്കും അവർക്കും കിട്ടാത്ത ഭാഗ്യമാണ് ഇതെന്നും ഈ ഭാഗ്യം ഇല്ലാതാക്കരുതെന്നും ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാനും കരുതി ഇതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുവാണെങ്കിൽ അങ്ങ് തീരട്ടെ എന്ന്. എന്തായാലും സന്ദീപിനെ ഉടനെ തിരിച്ചു കൊണ്ടുവരുന്ന വാക്ക് തന്നിരിക്കല്ലേ, നമുക്ക് നോക്കാം ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന്.